ഉഷ്ണതരംഗം മൂലമുള്ള അസാധാരണ ചൂടിൽ ജനജീവിതം ദുസ്സഹം. പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം ഒരാഴ്ച കൂടി തുടർന്നേക്കും. വേനൽ മഴയ്ക്ക് സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ വിദഗ്ധർ നിരീക്ഷിക്കുമ്പോൾ കുടിവെള്ള പ്രതിസന്ധി ഉൾപ്പെടെ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. വറചട്ടിയിലാണ് പാലക്കാട് ജില്ല. പാലം കടന്നാൽ തൃശൂരിന്റെ എരിതീയ്. ഉഷ്ണതരംഗം മൂലമുള്ള അസാധാരണ ചൂടിൽ ഉരുകിയൊലിക്കുകയാണ് നാട്. പാലക്കാട് ഉൾപ്പെടെ വടക്കൻ ജില്ലകളിൽ മെയ് മാസത്തിലും കാര്യമായ വേനൽമഴ ലഭിക്കാൻ സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ വിദഗ്ധർ നിരീക്ഷിക്കുമ്പോൾ യാത്ര നാവുണങ്ങുന്ന നാൾ വഴികളിലൂടെ. പാലക്കാട് ജില്ലയിൽ 4 ദിവസമായി ഉഷ്ണതരംഗം തുടരുകയാണ്. ഈ പ്രതിഭാസം ഒരാഴ്ച നീണ്ടുനിന്നേക്കും. 2 സൂര്യാഘാത മരണങ്ങൾ ദിവസങ്ങൾക്കിടെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. പാലക്കാട് ജില്ലയിൽ ഈർപ്പം ശരാശരി 50 ഡിഗ്രി ആയതിനാൽ ചൂടിൻ്റെ കാഠിന്യം അതിരൂക്ഷമാണ്. 4 ദിവസമായി 41.8 ഡിഗ്രി സെൽഷ്യസാണ് അന്തരീക്ഷത്തിലെ ചൂട്. അത്യുഷ്ണം തുടരുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ജലക്ഷാമവും രൂക്ഷമായി കഴിഞ്ഞു. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഭാരതപ്പുഴയിലെ ജലലഭ്യത നന്നേ കുറഞ്ഞിരുന്നു. ഇപ്പോൾ പുഴ ഏതാണ്ട് മരുഭൂമിയായ അവസ്ഥയാണ്. വ്യാപക മഴ പെയ്താൽ മാത്രമേ പ്രതിസന്ധിയെ മറികടക്കാനാകൂ. അന്തരീക്ഷത്തിൽ മറ്റ് പ്രതിഭാസങ്ങൾ ഉണ്ടായില്ലെങ്കിൽ മെയ് മാസത്തിലും അത്യുഷ്ണം തുടരും. പുഴയിൽ വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് കിണറുകളിലേക്ക് ചാൽകീറിയും മറ്റും വെള്ളമെത്തിച്ച് ജലവിതരണം നിയന്ത്രിതമായി നടത്താൻ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും എത്ര നാൾ ഇതെല്ലാം ഫലപ്രദമാകുമെന്ന് പറയാനാകില്ല. ഡാമുകൾ തുറന്ന് പുഴയിൽ വെള്ളമെത്തിച്ചാലും പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് വെള്ളമെത്തിക്കുക കൊടും ചൂടിൽ അസാധ്യമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. കാലവർഷം എന്നെത്തുമെന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയുമാണ്. ടാങ്കറുകളിൽ വെള്ളം വിതരണം ചെയ്യുക എന്നതാണ് പമ്പിംഗ് കാര്യക്ഷമമായില്ലെങ്കിൽ അധികൃതർക്ക് മുന്നിലുള്ള പോംവഴി. ഇതും ശ്രമകരമായിരിക്കും. കൊടും ചൂടിൽ ദാഹം തിളയ്ക്കുമ്പോൾ ആശങ്കയുടെ പൊള്ളുന്ന ദിനങ്ങളിലൂടെയായിരിക്കും കാലവർഷമെത്തും വരെ നാടിൻ്റെ സഞ്ചാരം. ന്യൂസ് സെന്റർ, ഷൊർണൂർ.